നിലാവുദിച്ചാൽ മഞ്ചേശ്വരം ഉദ്യാവരം നിവാസികൾക്ക് ഒരു പ്രത്യേക രുചിയുടെ ഓർമ്മയുണ്ട്. മൈമൂന പള്ളിയുടെ ഇഫ്താർ വിരുന്നിലെ താരം അവിടുത്തെ സ്പെഷ്യൽ ഉലുവക്കഞ്ഞിയാണ്. എന്നാൽ ആ രുചിക്ക് പിന്നിൽ അരനൂറ്റാണ്ടുകാലത്തെ ഒരു മനുഷ്യന്റെ നിശബ്ദ സേവനമുണ്ടെന്ന് അധികമാർക്കും അറിയില്ല. ഉദ്യാവറുകാരുടെ സ്വന്തം അബ്ദുള്ളച്ചയുടെ വിശേഷങ്ങളിലേക്ക്. തെളിനീരിനൊത്ത പരിശുദ്ധി, അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു. ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. ബിന്ദു ജുവല്ലറി, കാസർഗോഡ്, സുള്ളിയ. മഞ്ചേശ്വരം ഉദ്യാവരം മൈമൂന മസ്ജിദിലെ ഇഫ്താർ വിരുന്ന്. സമയമെടുക്കുന്തോറും പള്ളിയങ്കണത്തിലേക്ക് വിശ്വാസികളുടെ ഒഴുക്കാണ്. എല്ലാവരുടെയും ലക്ഷ്യം ഒന്നുമാത്രം, മൈമൂന മസ്ജിദിലെ അവിഖ്യാതമായ ഉലുവക്കഞ്ഞി. നാവിൻ തുമ്പിൽ ഒട്ടി നിൽക്കുന്ന ആ രുചിക്ക് ഇന്ന് 50 വയസ്സ് തികയുകയാണ്. 1976-77 കാലഘട്ടത്തിലാണ് അബ്ദുള്ള എന്ന പാചകക്കാരൻ ഈ മസ്ജിദിൽ ആദ്യമായി ഉലുവക്കഞ്ഞി തയ്യാറാക്കാൻ എത്തുന്നത്. പിന്നീടങ്ങോട്ട് 5 പതിറ്റാണ്ടുകൾ കടന്നുപോയി. തലമുറകൾ മാറിവന്നെങ്കിലും അബ്ദുള്ളച്ച തയ്യാറാക്കുന്ന കഞ്ഞിയുടെ രുചിക്ക് മാത്രം മാറ്റമില്ല. മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിലും ഇദ്ദേഹം ഇന്ന് അബ്ദുള്ളച്ച എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അബ്ദുള്ളച്ച ഉണ്ടാക്കുന്ന ആ രുചി വേറെ എവിടെയും കിട്ടില്ല. അതിൽ എന്ത് രഹസ്യമാണ് അദ്ദേഹം ചേർക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അത് അബ്ദുള്ളച്ചയുടെ ഒരു കൈപുണ്യം തന്നെയാണെന്ന് ഇവിടെ എത്തുന്നവർ പറയുന്നു. ഈ കഞ്ഞിയുടെ രുചിരഹസ്യം തേടി പലരും എത്താറുണ്ട്. മസാലക്കൂട്ടുകളാണോ അതോ പാരമ്പര്യ വിദ്യകളാണോ ഈ രുചിക്ക് പിന്നിലെന്ന് ഇന്നും അജ്ഞാതം. എന്നാൽ അബ്ദുള്ളച്ചയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെറും പാചകമല്ല, മറിച്ച് ദൈവത്തിനുള്ള സമർപ്പണമാണ്. ലാഭേച്ഛയമില്ലാതെ തികഞ്ഞ ഭക്തിയോടെയും സ്നേഹത്തോടെയും അദ്ദേഹം വിളമ്പുന്ന ഈ സേവനം ഇന്ന് മൈമുന മസ്ജിദിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. 5 പതിറ്റാണ്ടുകൾക്ക് മുൻപത്തെ അതേ ആവശ്യത്തോടെ ഇന്നും അബ്ദുള്ളച്ച അടുപ്പിനരികെ നിൽക്കുന്നു. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സ്നേഹത്തോടെ ഈ വിഭവം വിളമ്പുമ്പോഴാണ് തന്റെ ജീവിതം പൂർണ്ണമാകുന്നതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അർപ്പണബോധവും സ്നേഹവും ചേർത്തുവെച്ചാൽ ഏത് വിഭവവും അമൃതാകുമെന്ന് അബ്ദുള്ളച്ച നമുക്ക് കാണിച്ചു തരുന്നു. ഉദ്യാവരം മൈമുന മസ്ജിദിലെ ഈ ഇഫ്താർ കഞ്ഞി വരും വർഷങ്ങളിലും അബ്ദുള്ളച്ചയുടെ കൈപുണ്യത്തിലൂടെ വിശ്വാസികൾക്ക് ആശ്വാസമേകട്ടെ. നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ കാണുന്നത് 50 വർഷമായി ഇവിടെ. എനിക്ക് 56 വർഷമായി. അപ്പോൾ ഞാൻ 50 വർഷത്തിൽ കാണുന്നുണ്ട്. പിന്നെ അയാൾ ഒരു നേരായ മനുഷ്യൻ. കഞ്ഞി ഭയങ്കര സൂപ്പർ, വെറുതെ കുടിച്ച കഞ്ഞി. പിന്നെ ആൾക്കാർ അതിനെ തേടിക്കൊണ്ട് വരും ഇവിടെ. ഏത് നമ്മൾ കറക്റ്റ് പള്ളിയിൽ നോമ്പ് തീർക്കുമ്പോൾ ടൈം ആകുമ്പോൾ ഉണ്ടാവും അങ്ങനത്തെ കഞ്ഞി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.